ഹായ് പ്രിയപ്പെട്ടവരെ, വായനയിലൂടെ അല്പം വിനോദം എന്ന എൻ്റെ ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വായന തീരെ കുറവായ യുഗത്തിൽ അല്പം വായിച്ച് പൊതുവിജ്ഞാനം നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ ഞാൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് വായിച്ചു വന്നിരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ് ഇന്ന് ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത്. ഇന്നത്തെ എൻ്റെ വിഷയം 1930, 31, 32 എന്നീ വർഷങ്ങളിലെ വട്ടമേശ സമ്മേളനങ്ങൾ. ബ്രിട്ടനിൽ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നതിനെ തുടർന്ന് ഇന്ത്യക്ക് പുതിയൊരു ഭരണഘടന തയ്യാറാക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായി. ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായങ്ങൾ അറിയാനായി ലണ്ടനിൽ വട്ടമേശ സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. ഒന്നാം വട്ടമേശ സമ്മേളനം 1930 നവംബർ 12. 1930 നവംബർ 12 ലണ്ടനിൽ ആരംഭിച്ച ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസേ മാക് ഡൊണാൾഡ് ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് 57 രാഷ്ട്രീയ നേതാക്കന്മാരും നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 89 പ്രതിനിധികളും പങ്കെടുത്തു. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. ആഗാ ഖാൻ, തേജ് ബഹാദൂർ സാപ്രു, ബി.ആർ. അംബേദ്കർ തുടങ്ങിയവരാണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തവരിൽ പ്രമുഖർ. മുസ്ലിം ലീഗിൻ്റെയും ഡിപ്രസ്ഡ് ക്ലാസിൻ്റെയും പ്രതിനിധികൾ പങ്കെടുത്തു. രണ്ടാം വട്ടമേശ സമ്മേളനം. ഗാന്ധിൻ ഇർവിൻ സന്ധിയെ തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1931 സെപ്റ്റംബർ 7 ലണ്ടനിൽ ചേർന്ന രണ്ടാം സമ്മേളനത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് പ്രതിനിധിയായി ഗാന്ധിയാണ് പങ്കെടുത്തത്. തങ്ങളുടെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് കോൺഗ്രസ് ആവർത്തിച്ചു. വർഗീയ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അന്തമില്ലാത്ത ചർച്ച മൂലം ഡിസംബർ വരെ നീണ്ടുപോയ സമ്മേളനം പരാജയപ്പെട്ടു. രണ്ടാം വട്ടമേശ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഗാന്ധി സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിച്ചു. കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലും ഗാന്ധിയും അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1934 ഏപ്രിൽ 7 സമരം ഔദ്യോഗികമായി നിർത്തി. മൂന്നാം വട്ടമേശ സമ്മേളനം 1932 നവംബർ മുതൽ ഡിസംബർ വരെ ആയിരുന്നു. 1932 നവംബർ 12 ലണ്ടനിൽ ആരംഭിച്ച മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ 46 പ്രതിനിധികൾ മാത്രമാണ് പങ്കെടുത്തത്. ആഗാ ഖാനും ബി.ആർ. അംബേദ്കറും പങ്കെടുത്തു. കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുത്തില്ല. 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ബി.ആർ. അംബേദ്കർ ആയിരുന്നു. ഡിപ്രസ്ഡ് ക്ലാസിൻ്റെ പ്രതിനിധിയായാണ് അദ്ദേഹം പങ്കെടുത്തത്. ഇതോടെ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതാണ്. ബൈ.